ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ്. ഇന്ന് നമ്മളുടെ സഫയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ സഫാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഭാവിയുടെ വീട്ടിലെ ഫ്രണ്ടിലുണ്ട്, അവളെ എടുക്കാൻ വന്നതാണ്. അപ്പം എന്തോ പയ്യെ അവൾ നടന്നു വരുന്നുണ്ട്, കാണാവൂ ഗൈസ് നിങ്ങൾക്ക്. അപ്പം നമ്മളെ പിങ്കിയും ഞാനും ഇവളും കൂടെയാണ് സഫാടെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇല്ല, ഓക്കെ, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരാളും കൂടെ ഉണ്ട്, പിങ്കിനെ ഇനി വർക്കല വെച്ച് മീറ്റ് ചെയ്യും. ഗൈസ് ഇവളെത്തി ഗൈസ്. ഹലോ ഗൈസ്, ഞാൻ വന്നു. അപ്പൊ നമ്മള് പോവുകയാണ്. ഇവിടെ എപ്പോഴും ലേറ്റ് ആണ്. 10:00 ഇറങ്ങുന്നുണ്ട്, 11 മണിക്കാണ് വന്നത്. ഞാൻ എന്ന് ഇവളെ കണ്ടു അന്ന് തൊട്ട് ഞാൻ ലേറ്റ് ആണ് എല്ലായിടത്തും. ഇവള് ലേറ്റ് ആണ് ഗൈസ്. കല്യാണം കഴിഞ്ഞതോളം ഇവള് ഭയങ്കര ലേറ്റ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് പിങ്കിന്റെ അടുത്ത് പോവുകയാണ്, നമ്മള് പർച്ചേസിങ്ങിന് പോവുകയാണ്. അപ്പൊ അവിടെ വെച്ച് കാണാം. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ വർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ പിങ്കിനെ കാത്തു നിൽക്കുകയാണ്. വീട്ടിലാണ്, അവൾക്ക് വരുമെന്ന് പറഞ്ഞു. അവളും കൂടെ വന്നിട്ട് നമ്മള് പർച്ചേസിങ് എന്താണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറെ ആലോചിച്ചിട്ട് കണ്ടെത്തിയാണ്. ഒരു കേക്ക് വാങ്ങണം, പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടം ക്രേസ് എന്ന് വെച്ചാൽ ബേഗിൻ്റെ കൂടെയൊക്കെയാണ് ക്രേസ് വരണം, ഹാൻഡ് ബാഗ്. അപ്പം നമ്മൾ ഒരു ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ച്, പിന്നെ നമ്മൾ ബാക്കിയുള്ളത് കുറച്ച് കമ്മല്, മാല, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് വാങ്ങി. പൊതിയില്ല, ബോക്സ് ഫസ്റ്റ് ചെറിയ ബോക്സ്, പിന്നെ അതിൽ കൂടെ വലിയ ബോക്സ്, പിന്നെ അതിന്റെ വലിയ ബോക്സ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നത്. സർപ്രൈസ് ആവുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. സഫ സർപ്രൈസ് ആവണേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം നല്ല കമ്മലും മാലയൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഈ പിങ്ക് ലേറ്റാണ് ഗൈസ്. ഇന്ന് ഫർസാടെ വീട്ടിൽ പോയേക്കാണ്, അവൾക്ക് ബെൽറ്റ് വാങ്ങാൻ പോയേക്കാണ്. അവളെ പാൻറ് ലൂസായി പോയി. എനിക്ക് തോന്നുന്നു ബസ്സിൽ കിടന്ന് ആടിയിട്ടാണെന്ന് തോന്നുന്നു. ബസ്സിലല്ല, അവള് സ്കൂട്ടിലല്ലേ. ഗൈസ്, ഞാൻ ഡാൻസ് കളിച്ച കാര്യമാണ് പറഞ്ഞത്. ബസ്സിൽ ഡാൻസ് കളിച്ച് അവള് എന്ത് പറയുന്ന, അവള് ഡാൻസ് കളിച്ച് കലോറിയൊക്കെ പോയി മെലിഞ്ഞു പോയി. അങ്ങനെ അവള് പാൻറ് മൊത്തം ലൂസാണ്. അപ്പം ബെൽറ്റ് വാങ്ങാൻ പോയേക്കാണ് ഫർസാടെ വീട്ടിൽ. അപ്പം നമുക്ക് അവളെ കാത്തു നിൽക്കാം. ഈ പെണ്ണ് വന്നു, ഇപ്പോഴാണ് വന്നത്. ഇത്രയും നേരം നീ എവിടെ പോയിരുന്നു? ഫർസാടേന്ന് ബെൽറ്റ് മേടിച്ച് പറഞ്ഞു പൈസ. ഇതാണോ ഊരിപ്പോയ പാൻറ്? ഗൈസ്, അവളെ പാൻറ് ഊരിപ്പോയി. അയൽമാളിലാണ് വന്നേക്കുന്നത്. നമ്മളെ മാലയും കമ്മലും ബേഗും ഒക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ അയൽമാളി വന്നേക്കാണ്. ഓക്കെ, കമ്മോൺ ബേബീസ്. തുറക്കൂ സൽമ, തുറക്കൂ, മാലയും കമ്മലും നോക്കാം. ഇത്രയുണ്ട് കളക്ഷൻസ്. പൊടി അത് വേണ്ട. ഓ, അതെ, ഇത് കണക്കത്തെയാണോ വാങ്ങുന്നത്? ഗൈസ്, നമുക്ക് സഫാക്ക് വേണ്ടിയുള്ള ബാഗ് കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇഷ്ടപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ പക്ഷെ ബ്ലൂ എടുക്കാൻ പറഞ്ഞു. സഫ, നീ ഇത് കാണണം. നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? നിനക്ക് ഇതാണോ ഇഷ്ടപ്പെട്ട? ഇതാണെന്ന് പറയണേ. നിനക്ക് ബ്ലൂ അല്ലേ നിനക്ക് ഇഷ്ടം? ഇത് എനിക്ക് ഫാത്തിമക്ക് ഇതാണ് ഇഷ്ടം. നമ്മളെ വ്ളോഗ് കാണാറുണ്ട്, സബ്സ്ക്രൈബർ ആണ്. ഇത് നമ്മളെ സബ്സ്ക്രൈബർ ആവാൻ പോണ ആളാണ്. ഇത് സബ്സ്ക്രൈബർ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് നീ എന്റെ പേര് പറഞ്ഞില്ലാണ്ട് ഇത് സബ്സ്ക്രൈബർ ആണ്. ഈ ഷീറ്റിലാണോ പൊതിയുന്നത്? അല്ല, ഇതാകുമ്പോ എക്സ്ട്രാ 10 രൂപയാവും. അതൊക്കെ കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഈ ഷീറ്റ് ആകുമ്പോ ഫ്രീ ആണ്. നമുക്ക് പൈസ ഉള്ളത് മതി. പിങ്ക് വേണോ, ചോപ്പ് വേണോ, പച്ച വേണോ, നീല വേണോ? മറ്റേ നീലയിട്. ഒരു പിങ്ക് ഒരു നീല എടുത്താൽ വേണ്ട, മിക്സ് ആക്കണ്ട. ഒന്നില് സിൽവർ, ഒന്നില് നീല, ഒന്നില് കളർ. തീർന്നല്ലേ പ്രശ്നം. ബ്ലൂ മതി. സഫ, നിനക്ക് വേണ്ടി നമ്മൾ അതായത് കഷ്ടപ്പെടുകയാണ്, നീ ഇത് കാണണം. നമ്മൾ 2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതും എടുത്തിട്ടുണ്ട്. 2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്.
ഇവരിവിടെ ഇത് പൊതിയുന്ന തിരക്കിലാണ്. പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ. പെർഫെക്ഷൻ ആണോ? നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊതിയണം. എന്തിനാണെന്ന് സഫാക്ക് ഊഹിക്കാൻ പോലും പറ്റരുത്. സ്വർണ്ണപ്പെട്ടിയാണെന്ന് തോന്നണം. നിന്റെ പെട്ടി സ്വർണ്ണ കളർ ആക്കുന്നതായിരിക്കും. നമ്മള് പെട്ടി തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ താഴോട്ട് പോവുകയാണ് സാധനം വാങ്ങാൻ. കണ്ണാപ്പി സാധനം നോക്കിയെടുക്കുകയാണ് നമ്മള്. അങ്ങോട്ട് എവിടെ ഇതിനേക്കാളും കണ്ണാപ്പി ഒരു കണ്ണാടി എടുത്തേക്കാണ്. ഇതാണ് കണ്ണാടി. ഓക്കെ, ഇത് വെപ്പിച്ച് മുറിപ്പിക്കാം. ഈ 4 മോതിരങ്ങളാണ് ഗൈസ് എടുത്തത്. റോസ് ഗോൾഡ്, സിൽവർ, പിന്നെ ഒരു ബട്ടർഫ്ലൈ, പിന്നെ എന്തിരുത് ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മള് വാങ്ങിയ ബ്ലൂ കളർ വളകൾ വാങ്ങി. മിനിക്കൊക്കെ അളവിൽ പോണ. നമ്മള് കമ്മൽ ഇതാണ് എടുത്തിട്ടുള്ളത്. അടിപൊളിയല്ലേ? ഞാനാണ് സെലക്ട് ചെയ്തത് ഗൈസ്. ഓക്കെ, ആരെങ്കിലും ഓടി വരൂ. വ്ലോഗ് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും വരൂ ഗൈസ്. പിങ്കി പൈസ പിരിത്തു കൊടുക്കുകയാണ്. കൊടുക്കൂ. ഞങ്ങള് ഇതായിരിക്കുന്നു ഗൈസ് നമ്മളുടെ സാധനങ്ങൾ. ബില്ലാണ്, ബില്ല്. സാധനം പൊതിഞ്ഞു. ഇപ്പൊ ഇനി എന്താണുള്ള. ഓക്കെ, ബൈ, ടാറ്റാ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. ഇനി ചെരുപ്പ് വാങ്ങാൻ പോവുകയാണ്. ടൈറ്റാനിക്കില് പറ്റിയ ചെരുപ്പില്ലെന്ന് ഫർസ്ത പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ടൈറ്റാനിക്കിലാണ് വാങ്ങാൻ. ഇവിടെ എത്തി നമ്മളിത് വാങ്ങാൻ പോവുകയാണ്. ഇതാണ് എടുത്തത്. നമുക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഈ ചെരുപ്പ്. പഴോ സൂപ്പർ. ഓക്കെ, ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളുടെ പെട്ടി. നമ്മള് കേക്ക് എടുക്കാൻ പോവുകയാണ്. പിങ്കിയുടെ സ്കൂട്ടിയിൽ വരും, നമ്മളെ സ്കൂട്ടിയിൽ വരും. പിങ്കി ഇതാ പോകുന്നു ഗൈസ്. ഫാത്തിമ സൈഡ് നോക്കിയാണ്. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാൻ താണ്ട് ഇവിടെ എത്തി. ഇവിടെ അവരെ കണ്ടില്ല ഗൈസ്. ഞാൻ വണ്ടിയിൽ നടന്നിട്ട് ഇതാണ് കേക്ക് വാങ്ങാൻ വന്ന വീട്. പിങ്കി പൈസ കൊടുക്കുകയാണ്. പൂച്ച ഉണ്ടായിട്ടാ ഇവിടെ? എവിടെ പൂച്ച സ്നേഹി, പൂച്ച പ്രാന്തി. എവിടെ സഫാട കേക്ക്. ഇതാണ് സഫാട കേക്ക്. പിടി അങ്ങോട്ട്. ഗൈസ് നമ്മൾ നോറനെ കാത്തിരിക്കുകയാണ്. നോറ പക്ഷെ വരുന്നില്ല. നോറയുടെ ഫുഡ് കിലുക്കി പോവുകയാണ്. കൊണ്ടുവരും. നോറ വേറെ അറിയൂ. ഇവിടെ ഉണ്ടായി നോറ. കിട്ടിയാ? നമ്മള് പപ്പാജി നമ്മള് റാത്തിക്കലാണ്. സഫാനെയും ഫർസാനെയും കാണാൻ പോവുകയാണ്. कैसे कटे दिन रात, कैसे हो तुझसे बात, सता दे
കണ്ടോ ഇത് ആരാണിത്? എനിക്ക് ഇത് ആരാണിത്? ബർത്ത്ഡേ ആണ് നിന്റെ? പപ്പ ഹാപ്പിയാണ്. നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ പുത്രി എടുത്തോണ്ട് പോയാ? വളയും മോതിരം ബാക്കിയെല്ലാം പുത്രി എടുത്തോണ്ട് പോയി. അയ്യോ കൈ നോക്കുന്നത് ഇത് നോക്കൂ ഗൈസ്, ഇതെന്തോ പുതിയ ട്രെൻഡ്. അതെ അതെ. എമി നിനക്ക് മോതിരം വേണ്ടായിരുന്ന? ഇതാണ് സഫാടെ കേക്ക് വരുന്നത്. ഫോട്ടോഷൂട്ടിലാണ്. കൊള്ളാല്ലേ എമി? സ്ട്രോബെറി വേണ്ടേ? സഫ കേക്ക് കെട്ടാൻ പോവുകയാണ്. ആ എന്റെ എമി വെട്ടിയേ. तड़पाए मुझे तेरी सभी बातें, एक बार है दीवानी, झूठा ही सही प्यार तो कर, मैं भूला नहीं हंसी मुलाकातें, बेचैन करके मुझको मुझसे यूं ना फेर नजर. Behind the scenes. എമി ഒന്നുകൂടെ നോക്കിയാണടി അങ്ങനെ മര്യാദക്ക് ഇരുന്നോ അവിടെ? ഗൈസ് എമി ഇവിടെ കേക്കിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ രൂപത്തിലാക്കി. എന്തായാലും കൊടുക്കണേന്ന് തോന്നുന്നു. ഗൈസ് കൊടുക്കാത്തത് കൊണ്ട് ഇരിഞ്ഞു നോക്കിയാണ് ഇത് കൊടുക്കാത്ത കാണിക്കലും. എമി ഇന്നെടുത്തോ? ഇതാണ് നമ്മളുടെ സംഭവം വന്നു. അൽഫാമുണ്ട്, അടുത്ത അൽഫാമുണ്ട്, പൊറോട്ടയുണ്ട്, അതല്ലേ എന്റേത്. പനീർ ബട്ടർ മസാല. ഇതെന്തോന്ന്? ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. ഗൈസ് ഇത്രയുണ്ട് ഗൈസ്. സഫ താങ്ക് യു ഫോർ സഫ. എല്ലാ ഫുഡും സൂപ്പർ ആയിട്ട്. നൂഡിൽസ് ഇത് കഴിക്കാദ്യം. എല്ലാ ഫുഡും സൂപ്പറാണ് ഗൈസ്. ഗൈസ് നമ്മൾ പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഇസുവിന് എല്ലാരും വായിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞനിയനാണ്. ഗൈസ് നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. ഇത്രയും വാങ്ങി തന്ന സഫ സനഫിന് ദീർഘായുസും ദീർഘസുമംഗലിയായിരിക്കും. ചെരുപ്പല്ല അത്. ചെറുപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗൈസ് നമ്മള് എല്ലാം കഴിഞ്ഞ് ഫർസാനെ വീട്ടിൽ കൊണ്ടാക്കി, സഫാനെ വീട്ടിൽ കൊണ്ടാക്കി, എമീനെ വീട്ടിൽ കൊണ്ടാക്കി, ബാബു ഷഫീഖാരോടെ പോയി. നമ്മള് വീഡിയോ ഒന്ന് വൈൻഡിങ് അപ്പ് ചെയ്യുകയാണ്. ഗൈസ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.